നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർണായക വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. പ്രതി സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മ എന്ന സ്ത്രീയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന്റെ നടുക്കുന്ന തെളിവുകളൊക്കെ തന്നെ, അസ്ഥികൂടങ്ങളൊക്കെ തന്നെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ലഭിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ കൂടാതെ മറ്റൊരു പേരും കൂടെ ഉയർന്നു കേൾക്കുന്നത്. ഇത്രയും കാലം സെബാസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു കൊലപാതകങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്, മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്നൊക്കെയായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്ന വിവരങ്ങളെങ്കിൽ ഇപ്പോൾ മറ്റൊരാൾ കൂടി, അതും ഒരു റോസമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടി ഈ ഒരു കേസ് അന്വേഷണത്തിലേക്ക് വരുമ്പോൾ എവിടെയാണ് ഇത് ചെന്ന് അവസാനിക്കുക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പോലീസും. റോസമ്മയുടെ വീട്ടിൽ അന്വേഷണ സംഘം റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് വിവരം. സിഗ്നൽ ലഭിച്ചാൽ റോസമ്മയുടെ വീട്ടുപരിസരവും കുഴിച്ചു പരിശോധിക്കും. കാണാതായ 3 സ്ത്രീകളിൽ ഒരാൾ ഐഷയുടെ അയൽവാസിയാണ് റോസമ്മ. അതുകൊണ്ടാണ് ഇപ്പോൾ റോസമ്മയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാണാതാകുന്നതിന് മുൻപ് ഐഷ വിൽപ്പന നടത്തിയ വീടിന് തൊട്ടു ചേർന്നാണ് റോസമ്മ താമസിക്കുന്നത്. റോസമ്മയും സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ അടുത്ത ബന്ധത്തിലായിരുന്നുവെന്നാണ് പ്രദേശവാസികളും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും പറയുന്നത്. റോസമ്മ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്. റോസമ്മയുടെ വീടിന് തൊട്ടടുത്ത് 1 വർഷത്തോളമായി അടഞ്ഞുകിടക്കുന്ന കോഴി ഫാമിൽ അന്വേഷണ സംഘം ബുധനാഴ്ച പരിശോധന നടത്തി. ലൈസൻസ് ഇല്ലാത്തതിനാലാണ് കോഴി ഫാം അടച്ചതെന്നാണ് റോസമ്മ പറഞ്ഞത്. 4 വർഷത്തോളം ഇത് പ്രവർത്തിച്ചെന്നും എന്നാൽ ലൈസൻസ് ആവശ്യമാണെന്ന് അറിഞ്ഞതിന് പിന്നാലെ അടച്ചുവെന്നും റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. 1 ഏക്കറോളമുള്ള സ്ഥലത്ത് റോസമ്മ ഒറ്റയ്ക്കാണ് താമസം. വീടിന് മുൻഭാഗത്തായാണ് കോഴി ഫാം ഉള്ളത്. ഐഷ ഉള്ളപ്പോഴായിരുന്നു കോഴി ഫാം പണിത സ്ഥലം വാങ്ങിയതെന്നും റോസമ്മ പറഞ്ഞു. ഐഷയെ കാണാതായതിനു ശേഷമാണ് കോഴി ഫാം പണിതത്. 4 വർഷത്തോളം കോഴി ഫാം നടത്തിയെന്നും റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് ഐഷയുടെ തിരോധാനം അന്വേഷിക്കുന്നത്. സംഭവത്തിൽ നാട്ടുകാർ വലിയ ദുരൂഹതയാണ് ആരോപിക്കുന്നത്. റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ ഏറെ അടുപ്പത്തിലായിരുന്നുവെന്നും ഇയാൾ നിരന്തരം റോസമ്മയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ അംഗം രൂപേഷ് പറയുന്നു. 1 ഏക്കറോളം പുരയിടത്തിൽ റോസമ്മ ഒറ്റയ്ക്കാണ് താമസം. സ്ത്രീകൾ ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ബന്ധു സ്ത്രീയും ഇവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. ആദ്യം വിവാഹം കഴിച്ചയാൾ മരിച്ച ശേഷം റോസമ്മ 2ാമത് വിവാഹം കഴിച്ചിരുന്നു. ഇയാളും പിന്നീട് മരിച്ചെന്നും രൂപേഷ് പറയുന്നു. റോസമ്മ വഴിയാണ് സെബാസ്റ്റ്യനുമായി ഐഷ അടുപ്പത്തിലാകുന്നതെന്നാണ് ഐഷയുടെ ബന്ധു ആരോപിക്കുന്നത്. റോസമ്മയും ഐഷയും തമ്മിൽ 3 മാസത്തെ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. കാണാതായപ്പോൾ ബന്ധുക്കൾ തിരക്കിയപ്പോൾ 2012 ഐഷയെ കാണാതായത്. പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തു. സെബാസ്റ്റ്യൻ റോസമ്മയുടെ അടുത്ത് വരുന്നത് എല്ലാവർക്കും അറിയാം. 2016 ഐഷയും സെബാസ്റ്റ്യനും ചേർന്നാണ് റോസമ്മയുടെ കോഴി ഫാമിന്റെ സ്ഥലം ഒരുക്കിയതെന്ന് റോസമ്മ പറയുന്നത് സത്യമല്ല. ഐഷ കൂടെ ഉണ്ടായിരുന്നില്ല. റോസമ്മ മാത്രമാണ് കോഴി ഫാം നടത്തിയിരുന്നതെന്നും ഐഷയുടെ ബന്ധു പറയുന്നു. പെൻഷനൊക്കെ ഐഷയുടെ പേരിൽ തന്നെ ആയിരുന്നുവെന്നും മക്കൾ ആരും തന്നെ കൈപ്പറ്റിയിരുന്നില്ലെന്നും ബന്ധു പറയുന്നു. റോസമ്മയും സെബാസ്റ്റ്യനുമായി ബന്ധമില്ലെന്ന് പറയുന്നതിൽ സംശയമുണ്ട്. കോഴിഫാം നിർമ്മിക്കാൻ JCB വന്നതിലും സംശയമുണ്ട്. കോഴിഫാം പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ഐഷയുടെ ബന്ധു പറയുന്നു. കാണാതായ ഐഷയുടെ സമീപവാസിയായ റോസമ്മ നേരത്തെ സെബാസ്റ്റ്യനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അയൽവാസി എന്ന നിലയിൽ ഐഷയുമായി നല്ല ബന്ധത്തിലായിരുന്നുവെന്നും കാണാതാകുന്ന കാലത്ത് ഐഷയും സെബാസ്റ്റ്യനും അടുത്ത ബന്ധത്തിലായിരുന്നെന്നും റോസമ്മ പറഞ്ഞിരുന്നു. സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശമുണ്ടായിരുന്നതായും ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകുമെന്നും റോസമ്മ നേരത്തെ ആരോപിച്ചിരുന്നു. ഐഷയെ കാണാതായ ശേഷം പലപ്പോഴായി ഇവരുടെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നെന്നും ഫോൺ എടുത്താൽ മറുപടി ഉണ്ടാകാറില്ലെന്നും തിരിച്ചു വിളിച്ചാൽ എടുക്കാറില്ലെന്നും ഇവർ മാധ്യമങ്ങളോട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം അക്കാലത്ത് അന്വേഷണം നടത്തിയ പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിലും അവർ അവഗണിച്ചെന്നും ഇവർ പറഞ്ഞിരുന്നു. എന്നാൽ സെബാസ്റ്റ്യന്റെ വീട്ടു പരിസരത്ത് നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയിരുന്നതിന് പിന്നാലെ റോസമ്മയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. അതേസമയം റോസമ്മയ്ക്കും ഐഷയും അടുത്ത പരിചയക്കാരിയാണെന്ന് ഐഷയുടെ ബന്ധു ഹുസൈൻ പറഞ്ഞു. ഐഷയുടെ തിരോധാനത്തിൽ റോസമ്മയ്ക്കും സെബാസ്റ്റ്യനും പങ്കുണ്ട്. 2012 കാണാതായ ഐഷ 2016 എങ്ങനെയാണ് കോഴിഫാം വൃത്തിയാക്കാൻ എത്തുന്നതെന്നും ഹുസൈൻ ചോദിച്ചു. സെബാസ്റ്റ്യൻ റോസമ്മയുടെ വീട്ടിൽ സ്ഥിരമായി എത്തുമായിരുന്നു. റോസമ്മയെ ചോദ്യം ചെയ്യുകയും പരിസരം പരിശോധിക്കുകയും വേണം. റോസമ്മ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ലെന്നും ഹുസൈൻ പറഞ്ഞിരുന്നു. മൃതദേഹ അവശിഷ്ടങ്ങൾക്കായി തിരച്ചിൽ നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘം റോസമ്മയെ ചോദ്യം ചെയ്തു. അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഇന്ന് റഡാർ ഉപയോഗിച്ച് വിശദമായ പരിശോധന നടത്തുകയും ചെയ്യും. ഇന്നലെയും നടത്തിയിരുന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ ഭാര്യയെ കോട്ടയത്ത് വിളിച്ചു വരുത്തി അന്വേഷണ സംഘം മൊഴിയെടുത്തു. റോസമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഐഷയ്ക്ക് വിൽപ്പന നടത്താമെന്ന് സെബാസ്റ്റ്യനും റോസമ്മയും വാഗ്ദാനം നൽകിയിരുന്നുവെന്നും ഇതിനായി ഐഷ പണം സംഘടിപ്പിച്ചിരുന്നുവെന്നും ഇതിനുശേഷമാണ് ഇവരെ കാണാതായതെന്നും ആരോപണമുണ്ട്. കാണാതായ ശേഷം ഐഷയുടെ ഫോണിൽ നിന്ന് തനിക്ക് കോളുകൾ വന്നിരുന്നതായി റോസമ്മ പറയുന്നു. കോൾ എടുക്കാത്തതിനാൽ വിളിച്ചത് സെബാസ്റ്റ്യനാണ് ഐഷയാണോ എന്നറിയില്ല. സെബാസ്റ്റ്യൻ തന്നെ വിവാഹം ആലോചിച്ചിരുന്നതായും റോസമ്മ പറഞ്ഞു. ആദ്യ ഭർത്താവിന്റെ മരണശേഷമാണ് റോസമ്മ
ശാസ്താംകവല സ്വദേശിയായ അധ്യാപകനെ വിവാഹം ചെയ്തത്. ഇദ്ദേഹം മരിച്ചതോടെ ഇവർ തനിച്ചാണ് താമസം. ഐഷയുടെ തിരോധാനം അന്വേഷിക്കുന്ന ചേർത്തല പോലീസ് ഇന്നലെ റോസമ്മയുടെ മൊഴിയെടുത്തു. ഇവരെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലെ പരിശോധന കഴിഞ്ഞ് അപ്രതീക്ഷിതമായാണ് പോലീസ് സംഘം റോസമ്മയുടെ ശാസ്താംകവലയിലെ വീട്ടിലെത്തിയത്. കോഴിഫാം പ്രവർത്തിച്ചിരുന്ന ഷെഡിൽ പോലീസിനൊപ്പം ചെന്ന റോസമ്മ ഇടയ്ക്ക് വീട്ടിലേക്ക് മടങ്ങി. മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി അടുത്തെത്തിയപ്പോൾ തനിക്ക് തല കറങ്ങുന്നുവെന്നും അല്പസമയം ഇരിക്കണമെന്നും പറഞ്ഞു. വീടിനുള്ളിൽ കയറി വാതിലടച്ചു. ഇതോടെ പോലീസ് ഭയന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ജനാലയ്ക്കരികിലും അടുക്കള വാതിലിനടുത്ത് ചെന്ന് നോക്കി. അല്പസമയത്തിനകം ധരിച്ചിരുന്ന നൈറ്റ് മാറ്റി ചുരിദാർ ധരിച്ച് റോസമ്മ പുറത്തു വന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചേർത്തലയിൽ 4 സ്ത്രീകളെ കാണാതായ സംഭവത്തിലാണ് പള്ളിപ്പുറം ചെങ്ങുംതറ സെബാസ്റ്റ്യനെതിരെ പോലീസ് അന്വേഷണം നടക്കുന്നത്. 2006-നും 2025-നും ഇടയിൽ ആലപ്പുഴയിൽ നിന്നും കാണാതായ മധ്യവയസ്കരായ 4 സ്ത്രീകളിൽ 3 പേരുടെ തിരോധാനവും വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റ്യനിലേക്കാണ്. ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികളും മറ്റു ചില തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ, കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ എന്നിവരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന സംശയം ബലപ്പെടുകയാണ്. തെളിവുകൾ ബാക്കിവെക്കാതെ അതിവിദഗ്ധമായി സ്ത്രീകളെ കൊലപ്പെടുത്തുകയും സ്വത്ത് തട്ടിയെടുക്കുകയുമായിരുന്നു സെബാസ്റ്റ്യൻ എന്ന് കരുതുന്നത്. കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ഇരകളായിട്ടുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. 2024 ഡിസംബറിൽ കാണാതായ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയ്ക്കായുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലെത്തിയത്. ഇരുവരുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് ജൈനമ്മ കൊല്ലപ്പെട്ടതായുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കൃത്യമായി തന്നെ ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ട് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ബന്ധമുണ്ട്. ഇതിൽ ഐഷ എന്ന് പറയുന്ന സ്ത്രീയുമായി കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഐഷ എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധമുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു റോസമ്മ, അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന റോസമ്മ എന്ന് പറയുന്ന യുവതി. അവരും സെബാസ്റ്റ്യനും തമ്മിലും പല ഇടപാടുകളും നടന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെബാസ്റ്റ്യനെ റോസമ്മ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് ഇനി പോലീസിന് കണ്ടുപിടിക്കേണ്ടത്. അതിനാണ് വളരെ നിർണായകമായിട്ടുള്ള റോസമ്മയുടെ ഈ ഒരു വീട്ടിൽ അവരും ഒറ്റയ്ക്കാണ് താമസം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇതിനുശേഷം എന്തെങ്കിലും തെളിവുകൾ അവിടെ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി റോസമ്മയെയും കൂടി പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്നുള്ളത് പോലീസ് തീരുമാനിക്കുകയുള്ളൂ.